ഈ വിഷയത്തെക്കുറിച്ച് റിയാക്ട് ചെയ്യാൻ താല്പര്യമില്ലാതിരുന്നത് കൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യാൻ ഇത്രയും ദിവസം വൈകിയത്. വിഷയം മറ്റൊന്നുമല്ല, ഷാജിദ ഷാജി സ്വന്തം കുടുംബത്തിലായാൽ പോലും രഹസ്യമായി പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ പൊതുമധ്യത്തിൽ വന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. സോഷ്യൽ മീഡിയ തുറന്നാൽ ഈ രണ്ടക്ഷരത്തിലുള്ള ഈ വാക്ക് മാത്രമേ കാണാനുള്ളൂ. എന്തൊരു നാണക്കേടാണ്! കേരളത്തിനും മലയാളികൾക്കും ഒരുപോലെ നാണക്കേട്. പ്രശ്നങ്ങളില്ലാത്തതായിട്ടുള്ള കുടുംബങ്ങളില്ല. എല്ലാ കുടുംബത്തിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. ചിലത് കുറച്ച് കൂടുതലായിരിക്കും. ഇതെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയാമെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് കാര്യം. ഒരു അയൽക്കാരനോട് പോലും പറയാൻ മടിക്കുന്ന കുടുംബ പ്രശ്നങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ ചർച്ച ചെയ്ത് തീരുമാനമാക്കേണ്ടുന്ന കാര്യങ്ങൾ, അതാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് വിളിച്ചു പറയുന്നത്. ആർക്കും കാണാം, ആർക്കും കേൾക്കാം. അതിനും കുറച്ചൊരു എന്താ പറയുക, ആ പദം ഞാൻ ഉപയോഗിക്കുന്നില്ല. അപ്പം അതിനകത്ത് ചെയ്യുന്നുണ്ട്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനൽസൊക്കെ ഈ വീഡിയോ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട്. വിഷയം അറിയാത്തവർക്കായിട്ട് ഷാജിദ ഷാജിയെക്കുറിച്ച് എളുപ്പത്തിലൊന്ന് പറഞ്ഞു പോകാം. ഇവർ പാലക്കാട് ജില്ലയിലുള്ള പത്തിരിപ്പാല എന്ന സ്ഥലത്താണ് ഇവരുടെ സ്വദേശം. ഇവർക്ക് 5 കുഞ്ഞുങ്ങളാണുള്ളത്. 5 കുട്ടികൾ എന്ന് പറയുമ്പോൾ 5 ആൺകുട്ടികളാണ്. മൂത്ത മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതിൻ്റെ താഴെയായിട്ടാണ് മറ്റുള്ള കുട്ടികളൊക്കെ. ഏറ്റവും ഒടുവിലത്തെ കുട്ടിക്ക് ഒരു 4 വയസ്സ് പ്രായം വരുന്നു, 3-4 വയസ്സ് പ്രായമുണ്ട് ഇളയമായി. അങ്ങനെ അടുത്തടുത്തുള്ള കുട്ടികളാണ്. വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടികളുടെ വാപ്പ മരണപ്പെട്ടു പോയി. മരണപ്പെട്ടതല്ല, അയാൾ സ്വയം ആത്മാഹുതി ചെയ്തതാണ്. അതിനുശേഷം ഈ കുട്ടികളെ വളർത്താൻ ഇവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ്. ഈ ഷാജിദയ്ക്കാണെങ്കിൽ ഒരു 32 വയസ്സോളം എങ്ങനെ പ്രായമുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു സിറ്റുവേഷനിലാണ് അവർ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ഇവരുടെ വീഡിയോ കാണുമ്പോൾ ഇവരുടെ ചാനൽ വളരെ റീച്ചില്ലാത്തൊരു നിലയിലായിരുന്നു. അതും ഈ അടുത്ത കാലത്ത് 3-4 മാസങ്ങൾക്ക് മുമ്പാണ് എന്ന് തോന്നുന്നു ഞാൻ ഇവരുടെ വീഡിയോ കണ്ടപ്പം. ഒരു ചെറിയ വ്യൂ ഒക്കെ ആയിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സും കുറവാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അത് തന്നെ ഏതോ 2 റിയാക്ഷൻ ചാനൽസ് ഇവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ചാനൽ പയ്യെ റീച്ചിലേക്ക് വരാൻ തുടങ്ങിയത്. പിന്നീട് സോഷ്യൽ മീഡിയ മൊത്തം ഇവരെ അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. കാരണം സഹതാപത്തിൻ്റെ ഒരു ഏറ്റെടുക്കലായിരുന്നു അത്. സത്യത്തിൽ ആ മക്കളെ കണ്ടു കഴിഞ്ഞാൽ ആരും തന്നെ അവരുടെ വീഡിയോ പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഇട്ടിട്ട് പോവില്ല. പ്രത്യേകിച്ച് ആ ചെറിയ മകൻ്റെ ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണോ എന്നുള്ള ആ ചോദ്യം കേട്ടാൽ ആ അന്വേഷണം നമ്മുടെ നെഞ്ചിൽ തട്ടും. അങ്ങനെ ചാനലിൻ്റെ വ്യൂസ് നന്നായി കൂടി, സബ്സ്ക്രൈബേഴ്സ് നന്നായി വർദ്ധിച്ചു. ഈ സമയത്താണ് യൂട്യൂബിലെ ഒരു പ്രമുഖ ചാനൽ ഇവരെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. അതുവരെ വളരെ എളിമയോടെ പെരുമാറിയിരുന്ന ഷാജിദ ഷാജി പിന്നീട് അവരുടെ വാക്കുകളിലും സംസാരത്തിലും അവരുടെ പെരുമാറ്റത്തിലൊക്കെ ചെറുതായി വ്യത്യാസം കണ്ടു തുടങ്ങി. അതിനെ നമുക്ക് അഹംഭാവമെന്നോ അല്ലെങ്കിൽ അഹങ്കാരമെന്നോ ഒക്കെ ഒന്ന് പേരിട്ട് വിളിക്കാം. ഇതിനിടയിൽ ഇവരുടെ ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നതിനായിട്ട് തൻ്റെ സ്വന്തം ഫോൺ നമ്പർ ഇവർ ചാനലിൽ കൊടുത്തിരുന്നു. ചാനലിലൊക്കെ നമ്പർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. കാരണം അത് ഒരുപാട് ആളുകളിലേക്കാണ് ആ നമ്പർ എത്തുന്നത്. പിന്നീട് അവർ പറയുന്നു അവർക്ക് രാത്രികാലങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ശല്യമാണ്. ഈ കോൾ വരുന്നതും വാട്സപ്പ് മെസ്സേജ് വരുന്നു, കോൾ വരുന്നു. പ്രത്യേകിച്ച് ഇവരൊരു വിധവ എന്നുള്ള അതിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് കൂടുതലായിട്ട് ആരും അവരെ കെയർ ചെയ്യാൻ ആരുമില്ല എന്നുള്ള ആ സ്വാതന്ത്ര്യത്തിൽ ഒരുപാട് അവർക്കത് പ്രയാസം അനുഭവിക്കേണ്ടി വന്നു. കാരണം അത് അവരുടെ കാരണം കൊണ്ട് തന്നെ അവർ തന്നെ നമ്പർ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ നമ്പർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ ഇരിക്കെയാണ് ഷാജിദ ഷാജി അവരുടെ ഒരു വീഡിയോയിൽ, അവരുടെ ഒരു പുതിയ വീഡിയോയിൽ റിയാക്ഷൻ ചാനലിനെതിരെയായിട്ട് സംസാരിക്കുന്നത്. കാരണം ഈ ചാനലിനെ, ഷാജിദ ഷാജി എന്ന ചാനലിനെ ഉയരങ്ങളിലേക്ക് എത്തിച്ചത്, എയറിലെത്തിച്ചത് ഈ റിയാക്ഷൻ ചാനൽസാണ്. ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നൊഴികെ ഒന്നായിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്തത് കൊണ്ടാണ് ഈ ചാനൽ എല്ലാ ആളുകളിലേക്ക് എത്തിപ്പെട്ടത്.
അങ്ങനെയൊരു സഹായം ചെയ്ത റിയാക്ഷൻ ചാനലിനോടാണ് ഇവർ മര്യാദകേടായിട്ട് പെരുമാറിയത്. എന്തിനാണ് മറ്റുള്ള ചാനൽസ് എൻ്റെ വീഡിയോ എടുത്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നത്? അവർക്ക് വേറെ വഴിയില്ലെങ്കിൽ പിച്ച തണ്ടിക്കൂടെ എന്നൊക്കെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ ചാനൽസാണ് എൻ്റെ ചാനലിനൊരു ഉയർച്ച ഉണ്ടാക്കിയത് എന്ന് ചിന്തിക്കാനുള്ള ബോധം അവർക്കുണ്ടായില്ല. റിയാക്ഷൻ ചാനൽസ് അല്ലേ, അവർക്ക് എയറിലാക്കാനും അറിയാം, അതേപോലെ താഴേക്കിടാനും അറിയാം. ഈ ഒരു അനുകൂല സാഹചര്യത്തിലാണ് ഇവരുടെ സിസ്റ്ററിനിലോ, ഇവരുമായിട്ട് എന്നും കൊമ്പ് കോർത്തിട്ടുള്ള സിസ്റ്ററിനിലോ ഒരു വോയിസ് ക്ലിപ്പുമായിട്ട് വരുന്നത്. അവർ വോയിസ് ക്ലിപ്പ് നേരെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടൊന്നുമില്ല. അവർ ഏതോ ഒരു ഫ്രണ്ടുമായിട്ടുള്ള സംഭാഷണം ആ ഫ്രണ്ട് റെക്കോർഡ് ചെയ്യുമായിരുന്നു. അവരാണ് അത് ചാനലിൽ കൂടെ പബ്ലിക്കിലേക്ക് വിട്ടത്. ആ ക്ലിപ്പ് എന്താണെന്ന്, ആ ക്ലിപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ ഇവിടെ വയ്ക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഷാജിയുടെ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം അത്രയും വൃത്തികെട്ട സംഭാഷണമാണ് അതിനകത്തുള്ളത്. ഷാജിയെ അപമാനിക്കുന്ന, വ്യക്തിഹത്യ എന്നല്ല പറയാം, മാനഹാനി എന്നേ അതിന് പറയാൻ പറ്റുള്ളൂ. അത്രയും മാനക്കേടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതിലൂടെ പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യമാണെന്ന് പറയാൻ വയ്യ. കാരണം ഷാജിദ പണ്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്ന ഷാജിദ ഇപ്പോൾ ഒരു നല്ല ലെവലിലേക്ക് എത്തി. നല്ല ലെവലിൽ പറഞ്ഞാൽ സ്വന്തം കുഞ്ഞുങ്ങളെ പ്രയാസമില്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് അവർ വളർന്നു. അവർക്ക് യൂട്യൂബ് വരുമാനം കിട്ടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവരുടെ കഷ്ടപ്പാടുകളൊക്കെ മാറി. അപ്പോൾ ഇത്തരം സന്ദർഭത്തിൽ, ഈ ഒരു സാഹചര്യത്തിലെത്തിയപ്പോൾ ഉണ്ടായ ഒരു അസൂയ, ആ അസൂയയുടെ ബാക്കി പത്രമാണ് ആ ഓഡിയോ ക്ലിപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് സത്യമാണെന്ന് പറയാൻ വയ്യ. ഇത്തരം ഓഡിയോ ക്ലിപ്സൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്തിക്കഴിഞ്ഞാലുള്ള കാര്യം അറിയാലോ, എല്ലാവരും എടുത്ത് വേണ്ട പോലെ മെയ്യും. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എല്ലാ റിയാക്ഷൻ ചാനൽസും ഈ ഓഡിയോ ക്ലിപ്പ് അങ്ങോട്ട് എടുത്ത് വീഡിയോ ചെയ്തു. അങ്ങനെ ന്യൂസ് എയറിൽ നല്ല സ്പേസിലായി. പിന്നെ ഷാജിക്ക് നിലനിൽക്കണമെങ്കിൽ അതിന് വിശദീകരണം നൽകിയേ പറ്റൂ എന്നുള്ള സ്ഥിതിയിലായി. അപ്പം നെക്സ്റ്റ് ഡേ അവർ ഒരു വിശദീകരണ വീഡിയോവുമായിട്ട് വന്നു. അത് ഈ ഓഡിയോ ക്ലിപ്പിനേക്കാളും വെല്ലുന്ന തരത്തിലുള്ള ഒരു അമിട്ടായിപ്പോയി. പണ്ട് മുതലേ ഇവർക്കിടയിലുള്ള, അതായത് ഷാജിദയ്ക്കും അതേപോലെ അവരുടെ സിസ്റ്ററിനിലോക്കും ഇടയിലുള്ള ആ ഒരു പക, അതാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. കുടുംബ പ്രശ്നമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത്. സത്യത്തിൽ പറഞ്ഞാൽ നാത്തൂൻ പോര്.